സ്നേഹസമ്പന്നരായ എസ് വിഷൻ ബ്ലോഗിൻ്റെ പ്രേക്ഷകരെ, ലോക മുസ്ലിം സമൂഹം ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന ഈ സുദിനവേളയിൽ എൻ്റെ മനസ്സിലെ ചില ചിതറിയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. പ്രവാചകൻ ഇബ്രാഹിം നബിയും ഹാജറയും ഇസ്മായിൽ നബിയും തമ്മിലുള്ള മനസ്സിൻ്റെ ഉള്ളിൽ നൊമ്പരപ്പെടുത്തുന്ന ചരിത്രത്തിൽ വായിക്കപ്പെടുമ്പോൾ നമ്മുടെ ചുണ്ടുകൾ വിതുമ്പുന്ന ഒരു കഥ അല്ലെങ്കിൽ ഒരു ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ലോക മുസ്ലിങ്ങൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കപ്പെടുന്നത്. നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ പ്രിയ പത്നി ഹാജറ ബീവിയെ വളരെ വിശാലമായ, വളരെ വിദൂരതയിലുള്ള ഒരു മണലാരുണ്യത്തിൽ, അതിന്ന് മക്ക എന്നാണ് അറിയപ്പെടുന്നത്, ആ മണലാരുണ്യത്തിൽ വളരെ പിഞ്ചുകുട്ടിയായ ഇസ്മായിൽ നബിയെയും ഹാജറയെയും തനിച്ചാക്കി അവിടെ ആരാരുമില്ലാതെ വളരെ വിദൂരതയിലുള്ള വിജനമായ മരുഭൂമിയിൽ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവരെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകുകയും മക്കയുടെ പശ്ചാത്തലത്തിൽ വളർന്നു വന്ന ഒരു സിവിലൈസേഷൻ്റെ, ഒരു നാഗരികതയുടെ ഒരു കഥയാണ് അല്ലെങ്കിൽ ഒരു ചരിത്രമാണ് ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ സുദിനത്തിൽ നമ്മൾ അയവിറക്കുന്നത്, നമ്മൾ സ്മരിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ പത്നി ഹാജറയെ അവിടെ തനിച്ചാക്കിക്കൊണ്ട്, പിഞ്ചു കുട്ടിയെയും തനിച്ചാക്കിക്കൊണ്ട് തിരിച്ചു പോകുമ്പോൾ ഹാജറ ബീവി പല പ്രാവശ്യമായി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പനയാലാണോ നിങ്ങൾ ഞങ്ങളെ അവിടെ കൊണ്ടുവിടുന്നത് എന്ന്. തലയാട്ടിക്കൊണ്ട് ഇബ്രാഹിം നബി വിദൂരതയിലേക്ക് മാറിപ്പോകുന്ന, അല്ല, അവരുടെ കണ്ണിൻ്റെ മുന്നിൽ നിന്നും മായുന്ന ഒരു കാഴ്ചയാണ് ഹാജറ ബീവി കാണുന്നത്. പക്ഷെ അന്നും ഹാജറ ബീവി വളരെ മനസ്സിൽ ഉറപ്പിച്ചൊരു കാര്യം, ദൈവത്തിൻ്റെ ഒരു കൽപ്പന പ്രകാരമാണ് എന്നെ ഇവിടെ, എൻ്റെ കുട്ടിയെ ഇവിടെ ഇട്ടേച്ച് പോകുന്നെങ്കിൽ എനിക്ക് ദൈവം എന്തോ ഒന്ന് കണക്കാക്കിയിട്ടുണ്ട് എന്നുള്ള ചിന്തയോടുകൂടി അവരുടെ കയ്യിലുണ്ടായിരുന്ന 2 ദിവസത്തെ വെള്ളവും കാരക്ക പോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും കഴിഞ്ഞ് കുട്ടിക്ക് അമ്മിഞ്ഞിപ്പാൽ പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കായ്ച്ച് വലയുന്ന ഒരു അവസ്ഥയിൽ ആ കുട്ടിയെ മക്ക മണലാരുണ്യത്തിൽ അവിടെ ഒരു വിജനമായ സ്ഥലത്ത് കിടത്തിക്കൊണ്ട് സഫ മർവ എന്ന് പറയുന്ന 2 കുന്നുകൾക്കിടയിലൂടെ വെള്ളത്തിനായി ഓടി നടക്കുന്ന ഹാജറയുടെ ആ ഒരു ഉമ്മയുടെ മനസ്സ്, അല്ല ഉമ്മയുടെ അന്നത്തെ അവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്കതിൻ്റെ കാഠിന്യം എത്രമാത്രം ഭയാനകരമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആരാരുമില്ലാത്ത വിജനമായ മണലാരുണ്യങ്ങൾ മാത്രമുള്ള പ്രദേശത്തുള്ള 2 കുന്നുകളിലൂടെ ഒരു തുള്ളി ദാഹജലത്തിനായി ഓടി നടന്ന് സ്വന്തം പൈതലിൻ്റെ ദാഹം അകറ്റുന്നതിന് വേണ്ടി പരിശ്രമിച്ച് എല്ലാ തലത്തിലുമുള്ള പരിശ്രമം പരാജയപ്പെട്ടപ്പോൾ തിരിച്ച് വളരെ പ്രയാസത്തോടുകൂടി, വളരെ വിഷമത്തോടുകൂടി തൻ്റെ മകൻ്റെ അടുത്ത് വരുമ്പോൾ മകൻ്റെ കാലുകൾ തമ്മിൽ അടിച്ചു നിൽക്കുന്ന സ്ഥലത്ത് ഉറവ പൊട്ടുകയും ആ ഉറവയിൽ ധാരാളം വെള്ളം പ്രവഹിക്കുന്നതുമാണ് ഹാജറ ബീവി കാണുന്നത്. അങ്ങനെ ഹാജറ ബീവി ആ വെള്ളം കുടിക്കുകയും കുട്ടിയെ കുടിപ്പിക്കുകയും വെള്ളം അവിടെ കെട്ടിക്കിടക്കുകയും പിന്നീട് ഹാജറ ബീവിയും ഇസ്മായിൽ നബിയും അവിടെ താമസിക്കുകയും മണലാരുണ്യത്തിൽ അപൂർവമായി കിട്ടുന്ന ഈ ജല സൗഭാഗ്യത്തിൻ്റെ ഈ ഒരു വലിയ സന്തോഷത്തിൽ അവിടെ ഇങ്ങനെ വ്യാപാരത്തിനും മറ്റാവശ്യങ്ങൾക്കും വരുന്ന ആളുകൾ തമ്പടിക്കുകയും മക്ക എന്ന് പറയുന്ന പ്രദേശം വലിയ ഒരു നാഗരികതയായി, സിവിലൈസേഷനായി വളർന്നു വന്ന ചരിത്രമാണ് ബലിപെരുന്നാളിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ചരിത്രമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. തീവ്ര ഹിന്ദുത്വ ഫാസിസ്റ്റുകൾ പറയുന്നത് പോലെ ബലിയറുക്കുന്നത് കേവലം ഏതെങ്കിലും മൃഗങ്ങളെ ബലിയറുത്തുകൊണ്ട് ക്രൂരമായ വിനോദത്തിൽ ഏർപ്പെടുന്നതിന് വേണ്ടിയല്ല, മറിച്ച് ഇബ്രാഹിം നബി, അതായത് അബ്രഹാം പ്രവാചകൻ തൻ്റെ മകനെ ബലിയറുക്കുമെന്ന ഒരു പ്രതിജ്ഞ ചെയ്തുകൊണ്ട്
ദൈവത്തിനോട് നടത്തിയ വാഗ്ദത്തം പാലിക്കുന്നതിന് വേണ്ടി സ്വന്തം മകനോട് ഈ ആവശ്യം പറഞ്ഞു. സ്വന്തം മകൻ ഈ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് വളരെ മൂർച്ചയേറിയ വാളുമായി മക്കയുടെ പ്രാന്തപ്രദേശത്തേക്ക് ചെന്ന് മലർന്ന് കിടന്നു കൊടുത്തുകൊണ്ട് തൻ്റെ ജീവനെടുക്കാൻ കഴുത്തറുക്കാൻ നിർബന്ധം പിടിക്കുന്ന ഒരു മകൻ്റെ മുമ്പിൽ വാത്സല്യത്തോടുകൂടി വളർത്തിയ മകനെ മലരാരുണ്യത്തിൻ്റെ ഒരു മാറലിട്ടുകൊണ്ട് ദൈവത്തിൻ്റെ പ്രത്യേക പരിരക്ഷയിൽ വളർന്ന ഈ മകനെ ബലിയർക്കുന്നതിനുള്ള പ്രയാസത്താൽ വളരെ മനപ്രയാസം അനുഭവിക്കുന്ന തേങ്ങിക്കരയുന്ന ഇബ്രാഹീമിൻ്റെ മുമ്പിലേക്ക് ഒരു ആടിനെ നൽകി ആടിനെ ബലിയറുക്കൂ. ഒരു പ്രതിജ്ഞയ്ക്ക് മുമ്പിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു, നിങ്ങളുടെ സത്യസന്ധതയ്ക്ക് മുമ്പിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളൊരു ആടിനെ അറുത്തുകൊണ്ട് ആ മക്കയിൽ താമസിക്കുന്ന ആളുകൾക്ക് വിതരണം ചെയ്യുകയും തൻ്റെ മകനെ സ്വതന്ത്രമായി വിടുകയും ചെയ്യൂ എന്ന് ദൈവത്തിൻ്റെ കൽപ്പനയുണ്ടാവുകയും അങ്ങനെ ഇബ്രാഹിം നബി വളരെ സന്തോഷവാനായി ഹൃദയത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവം നൽകിയ ആടിനെ അറുത്തുകൊണ്ട് ദൈവത്തോട് നടത്തിയ പ്രതിജ്ഞ 100% പാലിക്കുന്നതിന് വേണ്ടിയുള്ള ആ പരിശ്രമത്തിൽ അള്ളാഹുവിൻ്റെ അപാരമായ ദൈവത്തിൻ്റെ അപാരമായ കാരുണ്യത്താൽ ആ മകനെ സ്വതന്ത്രമാക്കിയ സന്തോഷത്തിൻ്റെ അയവിറക്കലിൻ്റെ സ്മരണയുടെ ഒരു ഓർമ്മപ്പെടുത്തലും ഒരു ആഘോഷവുമാണ് ബലിപെരുന്നാൾ എന്ന് നാം മനസ്സിലാക്കണം. കൂടാതെ നമുക്കറിയാം, മക്ക എന്ന് പറയുന്ന ആരാരും താമസിക്കാത്ത ആ മണലാരുണ്യത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു കൽപ്പന പ്രകാരം അവിടെ ദൈവികമായ ഒരു ആരാധനാലയം സ്ഥാപിക്കുകയും ദൈവത്തെ മാത്രം ആരാധിക്കുന്നതിന് വേണ്ടി ഒരു ആരാധനാലയം സ്ഥാപിക്കുകയും ഇസ്മായിൽ നബിയും കുട്ടിയായ ഇസ്മായിൽ നബിയും ഇബ്രാഹിം നബിയും ആ മക്കയിലെ മണലാരുണ്യത്തിലെ കല്ലുകൾ ശേഖരിച്ചുകൊണ്ട് ഇവിടെ ഒരു ദേവാലയം ഉണ്ടാക്കിക്കൊണ്ട് അതിനെ കാബ എന്ന് അള്ളാഹു തന്നെ വിശേഷണം ചെയ്ത് അവിടേക്ക് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ തീർത്ഥാടകരായി വരികയും വ്യാപാര ആവശ്യങ്ങൾക്ക് വരികയും പ്രതിജ്ഞ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിലും നടത്തിയ ത്യാഗ നിർഭരമായ ഓർമ്മകളും അതോടൊപ്പം തന്നെ ഈ പുണ്യ ദേവാലയത്തിൻ്റെ ഓർമ്മകളുമൊക്കെ ഈ നമ്മുടെ മനസ്സിൽ സന്നിവേശിക്കുന്ന ഒരു ആഘോഷമാണ് ഈ ബലിപെരുന്നാൾ എന്ന് പറയുന്നത്. കേവലം ഒരു മുസ്ലിം സമൂഹത്തിൻ്റെ ആഘോഷമല്ല, മറിച്ച് ക്രിസ്തീയ വിഭാഗം, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മതവിഭാഗമായ ക്രിസ്തീയ വിഭാഗം വളരെ പ്രധാനപ്പെട്ട പ്രവാചകനായി കരുതുന്ന ഒരു പ്രവാചകനാണ് അബ്രഹാം. ആ ഇബ്രാഹിം നബിയുടെ ഭാര്യയുടെയും മകൻ്റെയും അവരുടെ ത്യാഗനിർഭരമായ ദൈവിക ചിന്തയോടുകൂടിയുള്ള ജീവിതത്തിൻ്റെയും ഒരു സ്മരണയും അയവിറക്കലുമാണ് ബലിപെരുന്നാൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് കേവലം ബലിയറുക്കുന്നത് ഏതെങ്കിലും മൃഗങ്ങളുടെ ജീവൻ എടുക്കുന്നതിന് വേണ്ടിയല്ല. അന്ന് ദൈവം അപാരമായ അനുഗ്രഹം നൽകി ഇബ്രാഹിമിനെ പ്രസാദിപ്പിച്ചതുപോലെ, ഇബ്രാഹിമിനെ സന്തോഷിപ്പിച്ചതുപോലെ, ഇബ്രാഹിമിൻ്റെ മനസ്സിൽ സന്തോഷത്തിൻ്റെ വലിയ അലയൊലികൾ ഉണ്ടാക്കിയതുപോലെ അതിൻ്റെ ആ അലയൊലികളുടെ ഒരു സ്മരണ ഓർമ്മ പുതുക്കലാണ് ഈ ബലി അറുക്കുന്നതിലൂടെ ഈ ലോകത്ത് മുസ്ലിം സമൂഹം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ജീവിയുടെ ഒരു ജീവൻ എടുക്കുന്നതാണ് ബലിയറുക്കാൻ പാടില്ല എന്ന് പറയുന്നവരുടെ സിദ്ധാന്തമെങ്കിൽ ലോകത്ത് കോടാനുകോടി മത്സ്യങ്ങളാണ് അതിൻ്റെ ജീവൻ എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ നമ്മുടെ ഭക്ഷണം വളരെ സന്തോഷകരമാക്കുന്നത്. അതുപോലെ കോടാനുകോടി ചിക്കൻ, അതായത് കോഴികളുടെ ജീവൻ എടുത്തുകൊണ്ടാണ് ഇവിടെ ചിക്കൻ കടകൾ, ഓരോ കടകളിലും എനിക്ക് തോന്നുന്നത് ഓരോ പ്രദേശത്തും തന്നെ ഒരു ദിവസം ആയിരക്കണക്കിന് കോഴികളുടെ ജീവനാണ് എടുക്കുന്നത്. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് കോഴികളുടെ ജീവൻ എടുക്കാൻ പറ്റുമോ? മത്സ്യത്തിൻ്റെ ജീവൻ എടുക്കാൻ പറ്റുമോ? അതോടൊപ്പം തന്നെ ലോകത്ത് മരങ്ങൾക്കും ചെടികൾക്കും ജീവനുണ്ടെന്ന് കണ്ടുപിടിച്ച പ്രിയങ്കരനായ ജെസിബോസാണ്. അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ മരങ്ങൾക്കും ചെടികൾക്കും ജീവനുണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത് വളർന്നു വരുന്ന അതിൻ്റെ ഏറ്റവും മുകുളങ്ങളാണ് നമ്മൾ നുള്ളിയെടുത്തുകൊണ്ട് ചീര നമ്മൾ ഭക്ഷിക്കുന്നത്. അതുപോലെ നമ്മുടെ മറ്റനേകം ആവശ്യങ്ങൾക്ക് മരങ്ങൾ മുറിച്ചുകൊണ്ടാണ് നമ്മൾ വീടുകളുടെ പണികളാകട്ടെ, മറ്റ് സംവിധാനങ്ങളുടെ പണികളാവട്ടെ, മറ്റ് ഉരുപ്പടികൾ, അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ വേണ്ട ഒട്ടനേകം വസ്തുക്കൾ നിർമ്മിക്കുന്നത് മരങ്ങളെ മുറിച്ചു മാറ്റിക്കൊണ്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മരം മുറിക്കാൻ പറ്റില്ല. ചീര പോലുള്ള നമ്മൾ നിത്യോപയോഗം ശരീരത്തിന് പ്രോട്ടീൻ നൽകുന്ന, ഹരിത പ്രോട്ടീൻ നൽകുന്ന സസ്യപദാർത്ഥങ്ങൾ, സസ്യവസ്തുക്കൾ നമുക്ക്
പിന്നെ ഭക്ഷണ പദാർത്ഥമായി ഉപയോഗിക്കാൻ പറ്റില്ല, മീൻ കഴിക്കാൻ പറ്റില്ല, ചിക്കൻ കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത് ബലി അറുക്കുക എന്നുള്ളത് ഒരു കേവലം ഏതെങ്കിലും ഒരു ജീവിയുടെ ജീവൻ എടുക്കുക എന്നുള്ളതല്ല. ചരിത്രത്തിൽ കഴിഞ്ഞുപോയ മഹാരഥന്മാരായ ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിൽ നബിയുടെയും അതോടൊപ്പം തന്നെ അവരുടെ ഉമ്മയായ ഇബ്രാഹിം നബിയുടെ ഭാര്യയായ ഹാജറ ബീവിയുടെയും ഒക്കെ ത്യാഗനിർഭരമായ ജീവിതത്തിൻ്റെ ആ കാലഘട്ടത്തെ ഒന്ന് ചിത്രീകരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കണ്ണിലൂടെ ധാരധാരയായി കണ്ണീർ വരുന്ന ഒരു സന്ദർഭത്തിൻ്റെ, ഒരു സാഹചര്യത്തിൻ്റെ, ഒരു ചരിത്ര മുഹൂർത്തത്തിൻ്റെ ഒരു അടയാളപ്പെടുത്തലാണ് ബലിപെരുന്നാൾ എന്ന് തിരിച്ചറിയാൻ പ്രിയ സഹോദരങ്ങൾ തയ്യാറാകണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ടും ഈ ഇബ്രാഹിം നബിയുടെയും ഹാജറയുടെയും ഒക്കെ ആ മണലാരുണ്യത്തിലെ ജീവിതമാണ് മക്ക എന്ന് പറയുന്ന ഒരു നാഗരികതയുടെ സിവിലൈസേഷൻ്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഉയർച്ചയ്ക്ക് അതിൻ്റെ ഒരു തുടക്കം കുറിച്ചത് ഈ ഹാജറയുടെയും ഇസ്മായിലിൻ്റെയും ഒക്കെ ത്യാഗ നിർഭരമായ ജീവിതമാണ് എന്ന് തിരിച്ചറിയുന്നതോടൊപ്പം തന്നെ ലോകത്തുള്ള ഏകദേശ നാഗരികതകളും നദീതടങ്ങളിലാണ് ഉദയം ചെയ്തതെങ്കിൽ, ഉത്ഭവിച്ചതെങ്കിൽ നമുക്കറിയാം. മെസോപ്പൊട്ടോമിയൻ നാഗരികത, ബാബിലോണിയൻ നാഗരികത, അതോടെ ചൈനീസ് നാഗരികത, മോഹൻജദാരോ ഹാരപ്പ നാഗരികത, ഈജിപ്ഷ്യൻ നാഗരികത. ഈ നാഗരികതകളൊക്കെയും ഒരു നദികളെ കേന്ദ്രീകരിച്ചുകൊണ്ട്, വെള്ളത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് രൂപപ്പെട്ടതെങ്കിൽ വെള്ളവും അതോടൊപ്പം തന്നെ ഒരു ആരാധനാലയവും കേന്ദ്രീകരിക്കപ്പെട്ടുകൊണ്ട് കണ്ടാണ് മക്ക എന്ന് പറയുന്ന വലിയ ഒരു സിവിലൈസേഷൻ, ഒരു നാഗരിക ഉത്തമ സമൂഹം വളർന്നു വന്നത്. അതിൻ്റെ തുടക്കമാണ് ഹാജറയും ഇസ്മായിലും ഇബ്രാഹിം നബിയും. അതിൻ്റെ അയവിറക്കലാണ് ഈ ബലിപെരുന്നാൾ എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്കേവർക്കും എൻ്റെ ഹൃദ്യമായ ബലിപെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി ഇതിൻ്റെ പരിഭാവനമായ, പാവനമായ, ഇതിൻ്റെ വിശുദ്ധമായ ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കുകയും ഏതെങ്കിലും ഒരു ജീവിയെ അനാവശ്യമായി കൊല്ലുകയോ ജീവനെടുക്കുകയോ ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു കടുകുമണി പോലും വരുന്ന ചിന്തയല്ല, അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ആശയധാരയല്ല എന്ന തിരിച്ചറിവോടുകൂടി പിന്തിരിപ്പന്മാരുടെ ഈ വൈകല്യങ്ങൾ നിറഞ്ഞ നയങ്ങളെ തിരിച്ചറിയുക എന്നുകൂടി നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരിക്കൽ കൂടി ഹൃദ്യമായ ബലിപെരുന്നാൾ ആശംസിക്കുന്നു. അള്ളാഹു ആജ്ഞാപിച്ചതുപോലെ ഇബ്രാഹിം നബി ലോക സമൂഹത്തെ ആരാധനാലയത്തിലേക്ക് ക്ഷണിക്കുകയും ഇന്നും അവിടെ കോടിക്കണക്കിന് ആളുകൾ ഇന്നും കാബയിലേക്ക്, ഈ ഹജ്ജ് സമയങ്ങളിലേക്ക്, ഈ വലിയ പെരുന്നാളിൻ്റെ സുദിനങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും ഇബ്രാഹിം നബിയുടെ ആ വിളിക്ക്, അള്ളാഹുവിൻ്റെ ആ ഒരു വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് അവിടെ സജീവമാകുന്ന കാഴ്ച നമ്മൾ മീഡിയകളിലൂടെ കാണുന്നു. അവനവൻ്റെ വിശ്വാസത്തെയും ആചാരത്തെയും മുറുകെ പിടിച്ചുകൊണ്ടും അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടും മറ്റുള്ളവരുടെ ആചാരത്തെ, അനുഷ്ഠാനത്തെ, വിശ്വാസത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്ന ധാർമ്മിക ബോധമാണ് മനുഷ്യൻ എന്നുള്ള നിലക്ക് നമ്മൾ നിർവഹിക്കേണ്ടത്. ഏതായിരുന്നാലും ത്യാഗത്തിൻ്റെ, അതോടൊപ്പം തന്നെ സഹനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ഭക്തിയുടെ എല്ലാം ചേർന്നു വരുന്ന അബ്രഹാം പ്രവാചകന്റെയും ഇസ്മായിലിൻ്റെയും ഹാജറയുടെയും ത്യാഗനിർഭരമായ ആ ജീവിതത്തിന് അയവിറക്കുന്ന ഈ സുദിനവേളയിൽ നിങ്ങൾക്കേവർക്കും ബലിപെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. നന്ദി, നമസ്കാരം.